ഹലോ ആൾ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉള്ളതും എന്നാൽ ആ ലോജിക് ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. ദിസ്, ദീസ്, ദാറ്റ്, ദോസ്, ഇതാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോവാം. ദിസ്, ദീസ്, ഇത് രണ്ടും നമ്മൾ ഉപയോഗിക്കുക അടുത്തുള്ള കാര്യങ്ങൾക്കാണ് കേട്ടോ. നിയർ, അടുത്തുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ദിസ് ആൻഡ് ദീസ് ഉപയോഗിക്കുക. ഇനി ദാറ്റ് ആൻഡ് ദോസ്, അത് നമ്മൾ ഉപയോഗിക്കുക ദൂരെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ ദാറ്റ് ആൻഡ് ദോസ് ഉപയോഗിക്കുക. അപ്പോൾ ഇതൊന്നും ഓർത്ത് വെച്ചോളൂ കേട്ടോ. ദിസ് ആൻഡ് ദീസ് നമ്മൾ അടുത്തുള്ള കാര്യങ്ങൾക്കും ദാറ്റ് ആൻഡ് ദോസ് നമ്മൾ ദൂരെയുള്ള കാര്യങ്ങൾക്കുമാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഞാനാണെന്ന് വിചാരിക്കുക, സങ്കല്പിക്കുക. എൻ്റെ അടുത്ത് ഒരു പൂവുണ്ടെന്ന് വിചാരിക്കുക. ഈ ഒരു പൂ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിംഗുലർ എസ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. എൻ്റെ അടുത്ത് ഒരു പൂവ്, സിംഗുലർ, അതായത് ഏകവചനം. എൻ്റെ അടുത്ത് ഒരു പൂവുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ദിസ് ഇസ് എ ഫ്ലവർ, ഇത് ഒരു പൂവാണ്, ദിസ് ഇസ് എ ഫ്ലവർ എന്ന് ഞാൻ പറയും. ഇനി എൻ്റെ അടുത്ത് ഒന്നിൽ കൂടുതൽ പൂക്കൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒന്നിൽ കൂടുതൽ പൂക്കളായതുകൊണ്ട് ബഹുവചനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ പ്ലൂറൽ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നിൽ കൂടുതൽ പൂക്കൾ ഉണ്ടെങ്കിൽ ഞാൻ പറയും ദീസ് ആർ ഫ്ലവേഴ്സ് എന്ന് പറയും. അപ്പോൾ ഒരു പൂവുള്ളൂ എന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ ഫ്ലവർ എന്ന് പറയും. ഒന്നിൽ കൂടുതൽ പൂക്കൾ ഉണ്ടെങ്കിൽ ദീസ് ആർ ഫ്ലവേഴ്സ് എന്ന് നമ്മൾ പറയും. ഇനി എൻ്റെ അടുത്തുനിന്ന് ദൂരെ, എൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരെ ഒരു പൂവുണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ എന്ത് പറയും? ദാറ്റ് ഇസ് എ ഫ്ലവർ. സിംഗുലർ ആണ്, ഒരെണ്ണല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഏകവചനം സിംഗുലർ. ദാറ്റ് ഇസ് എ ഫ്ലവർ എന്ന് പറയും, ഒരു പൂവുള്ളൂ അതുകൊണ്ട്. ഇനി എൻ്റെ അടുത്തുനിന്ന് ദൂരെ ഒന്നിൽ കൂടുതൽ പൂക്കൾ ഉണ്ടെന്ന് വിചാരിക്കുക, പ്ലൂരൽ പി, കണ്ടോ? അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് ദൂരെ ഒന്നിൽ കൂടുതൽ പൂക്കൾ ഉണ്ടെങ്കിൽ ഞാൻ പറയും ദോസ് ആർ ഫ്ലവേഴ്സ് എന്ന്. അപ്പോൾ ബഹുവചനമായതുകൊണ്ടാണ് നമ്മൾ ദോസ് ഉപയോഗിച്ചത്. ഏകവചനമാണെങ്കിൽ നമ്മൾ ദാറ്റ് ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഒരു പൂവായതുകൊണ്ട് ദാറ്റ്, ഒന്നിൽ കൂടുതൽ പൂക്കളായതുകൊണ്ട് ദോസ് എന്ന് ഉപയോഗിച്ചു. ഇവിടെ നമ്മൾ ഒരു പൂവായതുകൊണ്ട് ദിസ് എന്ന് ഉപയോഗിച്ചു, ഒന്നിൽ കൂടുതൽ പൂക്കളായതുകൊണ്ട് ദീസ് എന്ന് ഉപയോഗിച്ചു. ഇനി നമുക്ക് ഈ പൂക്കൾക്ക് പകരം ഇവിടെ വേറെ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ ഉപയോഗിക്കും കേട്ടോ. ഇനി നമുക്ക് വേറെ എക്സാമ്പിളിലേക്ക് പോകാം. എൻ്റെ അടുത്ത് ഒരു വീടാണെന്ന് വിചാരിക്കും. അപ്പം ഞാൻ എന്തു പറയും? ദിസ് ഇസ് എ ഹൗസ്, ദിസ് ഇസ് എ ഹൗസ് എന്ന് പറയും. ഇനി എൻ്റെ അടുത്ത് ഒന്നിൽ കൂടുതൽ വീടുകൾ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് പറയും? ദീസ് ആർ ഹൗസസ്. അപ്പോൾ അടുത്തുള്ള സാധനങ്ങളെ പറയാനാണ് നമ്മൾ ദിസ് ആൻഡ് ദീസ് ഉപയോഗിക്കുക. സിംഗുലർ ആണെങ്കിൽ ദിസ് പറയും, പ്ലൂറൽ ആണെങ്കിൽ ദീസ് പറയും. അപ്പോൾ ഇനി കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പോൾ അടുത്തുള്ള കാര്യങ്ങളെ ഒരെണ്ണാണെങ്കിൽ നമ്മൾ പറയും ദിസ് ഇസ് എ ഹൗസ്. ഒന്നിൽ കൂടുതൽ വീടുകൾ ഉണ്ടെങ്കിൽ പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ദീസ് ആർ ഹൗസസ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദാറ്റ് ആൻഡ് ദോസ്. ഇത് ഞാനാണെന്ന് വിചാരിക്കുക. എൻ്റെ അടുത്തുനിന്ന് ഒരുപാട് ദൂരെ, ഫാർ, അറ്റ് എ ഡിസ്റ്റൻസ് ഒരു മരം ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് പറയും? അതൊരു മരമാണ് എന്നെങ്ങനെ പറയും? ദാറ്റ് ഇസ് എ ട്രീ, ദാറ്റ് ഇസ് എ ട്രീ എന്ന് പറയും. ഇനി എൻ്റെ അടുത്തുനിന്ന് ദൂരെ ഒന്നിൽ കൂടുതൽ മരങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക, പ്ലൂറൽ ആണെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ പറയും ദോസ് ആർ ട്രീസ്. ദൂരെ സിംഗുലർ ആണെങ്കിൽ നമ്മൾ പറയും ദാറ്റ് എന്ന്, ദൂരെ പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ദോസ് എന്ന്. അപ്പോൾ നമ്മളുടെ അടുത്തുനിന്ന് കുറച്ച് ദൂരത്തിൽ ഒരു മരം ഉണ്ടെങ്കിൽ നമ്മൾ പറയും ദാറ്റ് ഇസ് എ ട്രീ എന്ന് പറയും. നമ്മളുടെ അടുത്തുനിന്ന് ദൂരെ ഒന്നിൽ കൂടുതൽ മരങ്ങൾ ഉണ്ടെങ്കിൽ ദോസ് ആർ ട്രീസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി മരമല്ല, ദൂരെ ഒരു പൂച്ചയുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം എൻ്റെ അടുത്തുനിന്ന് ദൂരെ ഒരു പൂച്ച ഉണ്ടെങ്കിൽ ഞാൻ എന്ത് പറയും? ദാറ്റ് ഇസ് എ ക്യാറ്റ് എന്ന് പറയും. ദാറ്റ് ഇസ് എ ക്യാറ്റ്, അത് ഒരു പൂച്ചയാണ് എന്ന് പറയും. ഓക്കെ, ഇനി എൻ്റെ അടുത്തുനിന്ന് ദൂരെ ഒന്നിൽ കൂടുതൽ പൂച്ചകൾ ഉണ്ടെന്ന് വിചാരിക്കുക, പ്ലൂറൽ ആണെന്ന് വിചാരിക്കുക. അപ്പം എന്ത് പറയും? ദോസ് ആർ ക്യാറ്റ്സ്, അത് പൂച്ചകളാണ് എന്ന് പറയും. അപ്പോൾ സിംഗുലർ ആണ് ദൂരെ ഉള്ള ഒരു സാധനം എന്നുണ്ടെങ്കിൽ ദാറ്റ് എന്ന് പറയും, ദാറ്റ് ഇസ് എ ക്യാറ്റ് എന്ന് പറയും. ഇനി ദൂരെയുള്ള സാധനം പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ദോസ് എന്ന്. അപ്പോൾ ദാറ്റ് ആൻഡ് ദോസ് ദൂരെയുള്ള സാധനങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. ദിസ് ആൻഡ് ദീസ് അടുത്തുള്ള സാധനങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇനി കൺഫ്യൂഷൻ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അടുത്തുള്ള സാധനങ്ങൾക്ക് നമ്മൾ ദിസ് ആൻഡ് ദീസ് ഉപയോഗിക്കും. ദൂരെയുള്ള സാധനങ്ങൾക്ക് നമ്മൾ എന്ത് പറയും? ദാറ്റ് ആൻഡ് ദോസ് എന്ന് ഉപയോഗിക്കും. അതുപോലെ സിംഗുലർ ആയിട്ടുള്ള സാധനങ്ങൾക്ക് നമ്മൾ ദിസ് ആൻഡ് ദാറ്റ് പറയും. ഇനി പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ
ദീസ് ആൻഡ് ദോസ് ഉപയോഗിക്കും കേട്ടോ. നമ്മൾ സിമ്പിളായിട്ട് ഒന്ന് ലോജിക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തെറ്റിപ്പോവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്തോളൂ. എങ്കിലാണ് ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. സോ അൺടിൽ വി സീ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ, ബൈ ബൈ.